നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിലെ കള റോഡിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് മാങ്ങാട്ടിടം ശങ്കരനെല്ലൂർ കാടാങ്കോട്ട് ഹൗസിൽ സി സായന്ത് രാജ്. ധർമ്മടത്ത് വയോധികയുടെ 3 പവൻ മാല പൊട്ടിച്ച കേസിൽ പ്രതികൾ 24 മണിക്കൂറിനുള്ളിൽ പിടിയിൽ. അറസ്റ്റിലായത് ധർമ്മടം തലശ്ശേരി സ്വദേശി. വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊലക്കേസ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. അറസ്റ്റിലായത് 2001 നടന്ന വേറ്റുമ്മൽ രതീഷ് വധക്കേസിലെ പ്രതി. പാനൂരിനടുത്ത് മൊകേരി തങ്ങൾ പീടികയിൽ വാഹനങ്ങൾക്ക് നേരെ അക്രമം തുടർക്കഥ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട SDPI പ്രവർത്തകന്റെ കാർ തകർത്തു. വിശദമായ വാർത്തകളിലേക്ക്. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിലെ കള റോഡിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മാങ്ങാട്ടിടം ശങ്കരനെല്ലൂർ കാട്ടാങ്കോട്ട് ഹൗസിൽ സി സായന്ത് രാജാണ് മരിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും CITU സംസ്ഥാന സെക്രട്ടറിയുമായ OC ബിന്ദുവിൻ്റെയും ജയരാജിൻ്റെയും മകനാണ്. ബുധനാഴ്ച പുലർച്ചെ 1:15 ദാരുണമായ അപകടം. തിരുവനന്തപുരത്ത് പോകാനായി അമ്മ ബിന്ദുവിനെ രാത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട ശേഷം സായന്ത് രാജ് ഇരിട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ഇരിട്ടിയിൽ നിന്ന് കൂത്തുപറമ്പിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കള റോഡിൽ വെച്ച് സായന്ത് രാജ് ഓടിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന യാത്രക്കാരായ അഭിരാം, ഋഷിരാജ് എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട വിവരമറിഞ്ഞ് മട്ടന്നൂർ പോലീസും നാട്ടുകാരും ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ധർമ്മടത്ത് വയോധികയുടെ 3 പവൻ മാല പൊട്ടിച്ച കേസിൽ പ്രതികൾ 24 മണിക്കൂറിനുള്ളിൽ പിടിയിൽ. ധർമ്മടം പോലീസും തലശ്ശേരി ASPയുടെ സ്ക്വാഡും ചേർന്ന് മംഗലാപുരം സൂറത്ത് കല്ലിൽ വെച്ചാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ധർമ്മട സ്വദേശി മുഹമ്മദ് യാസീൻ, തലശ്ശേരി സ്വദേശി മുഹമ്മദ് അനസ് എന്നിവരാണ് പിടിയിലായത്. ജൂലൈ 28 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ധർമ്മടം ചാത്തോടത്ത് തനിച്ച് താമസിക്കുന്ന അസുഖബാധിതയായ വയോധികയുടെ വീട്ടിലെത്തിയ 2 യുവാക്കൾ വീട് വാടകയ്ക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ച ശേഷം കഴുത്തിലുണ്ടായിരുന്ന 3 പവൻ സ്വർണമാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടത്. വയോധികയുടെ പരാതിയെ തുടർന്ന് ധർമ്മടം പോലീസും തലശ്ശേരി ASP സ്ക്വാഡും CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു. ധർമ്മട സ്വദേശി മുഹമ്മദ് യാസിൻ, തലശ്ശേരി മട്ടാമ്പ്ര സ്വദേശി മുഹമ്മദ് അനസ് എന്നിവരാണ് അറസ്റ്റിലായത്. മാല വിറ്റ ശേഷം കാസർഗോഡ് നിന്ന് വാഹനം വാടകയ്ക്കെടുത്ത് മംഗലാപുരത്തേക്ക് കടന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം കാസർഗോഡ്, സൂറത്തുകൽ, മംഗലാപുരം മേഖലകളിൽ തിരച്ചിൽ നടത്തി. ഒടുവിൽ സൂറത്തുകലിൽ നിന്നും ഇരുവരെയും പിടികൂടുകയായിരുന്നു. പ്രതികളായ മുഹമ്മദ് അനസിനെതിരെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലും മുഹമ്മദ് യാസീനെതിരെ കോഴിക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലും നേരത്തെ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയ് ഭരത് റെഡ്ഡിയുടെയും തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപന്റെയും മേൽനോട്ടത്തിൽ SI അനുരൂപും ധർമ്മടം പോലീസും തലശ്ശേരി ASP സ്ക്വാഡും ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ പിടികൂടിയത്. 25 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊലക്കേസ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. 2001 നടന്ന വേറ്റുമ്മൽ രതീഷ് വധക്കേസിൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെയാണ് കണ്ണൂർ സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. 4 നൂറ്റാണ്ടായി ഒളിവിൽ കഴിയുകയായിരുന്ന കൊലക്കേസ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. 2001 കതിരൂർ വേറ്റുമേലിൽ കൊല്ലപ്പെട്ട രതീഷ് വധക്കേസിലെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെയാണ് കണ്ണൂർ സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കതിരൂർ സ്വദേശി CH അഷ്റഫാണ് അറസ്റ്റിലായത്. 58 വയസ്സാണ്. കൊലപാതകത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം മൈസൂരു, ബംഗളൂരു, മുംബൈ എന്നിവിടങ്ങളിൽ ഹോട്ടൽ തൊഴിലാളിയായി ഒളിവിൽ കഴിയുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ 15 വർഷത്തോളമായി പയ്യന്നൂർ സമീപം തട്ടുകട നടത്തി വരികയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡി IPSന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പയ്യന്നൂരും സമീപ പ്രദേശത്തുമുള്ള ഹോട്ടലുകളും തട്ടുകടകളിലും കേന്ദ്രീകരിച്ച് നടത്തിയ രഹസ്യാന്വേഷണത്തിലൊടുവിലാണ് ഇന്ന് പുലർച്ചെ പ്രതി പിടിയിലായത്. 25 വർഷമായി പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പാനൂരിനടുത്ത് മൊകേരി തങ്ങൾ പീടികയിൽ വാഹനങ്ങൾക്ക് നേരെ അക്രമം തുടർക്കഥ. വീട്ടുമുറ്റത്ത്
നിർത്തിയിട്ട SDPI പ്രവർത്തകന്റെ കാർ തകർത്തു. ബുധനാഴ്ച രാത്രിയാണ് അക്രമം. ദിവസങ്ങൾക്ക് മുൻപ് RSS പ്രവർത്തകന്റെ ടെമ്പോ ട്രാവലറും ആക്രമിച്ചിരുന്നു. കുറ്റിപ്പുറം ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ഭാഗമായി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ബസ്സുകൾക്കെതിരെ കേസെടുത്തു. കുറ്റിപ്പുറം വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ്സുകളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഇതിന്റെ ഭാഗമായി തലശ്ശേരി ബസ് സ്റ്റാൻഡിലും മിന്നൽ പരിശോധന നടത്തി. കുറ്റിപ്പുറം ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയത്. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ രാവിലെ മുതൽ പരിശോധന നടത്തി. സ്വകാര്യ ബസ്സുകളിലെ GPS സംവിധാനം, ടയറുകളുടെ അവസ്ഥ, എയർ ഹോൺ ഉപയോഗം, ഡ്രൈവർമാരുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളാണ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചത്. പരിശോധനയിൽ വിവിധ പോരായ്മകൾ കണ്ടെത്തിയ ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. വാഹനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ ബസ്സുടമകൾക്കും ജീവനക്കാർക്കും കർശന നിർദ്ദേശം നൽകി. കുറ്റിപ്പുറം അപകടത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി ബസ്സുകളിൽ റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയാണ്. GPS, ടയേഴ്സ്, ബാക്കി റോഡ് സുരക്ഷയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒരു 50ഓളം ബസ്സുകൾ ചെക്ക് ചെയ്തു. ചില പോരായ്മകൾ കണ്ടെത്തി അവരോട് കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിലും ഇത്തരം നടപടികൾ ഉണ്ടാവും. തലശ്ശേരി ജോയിന്റ് RTO വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത്. മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരായ PV ബിജു, പ്രശാന്ത്, അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും കണ്ണൂർ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സമാനമായ രീതിയിൽ പരിശോധന കർശനമായി തുടരാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. കരിയാട് വീട്ടുകിണറിൽ അജ്ഞാതർ കരിയോയിൽ ഒഴിച്ചതായി പരാതി. വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കരിയാട് പടന്നക്കരയിലെ മുണ്ടോളി താഴേക്കുനി രഞ്ജിത്തിന്റെ വീട്ടുപറമ്പിലെ കിണറിലാണ് രാത്രിയുടെ മറവിൽ അജ്ഞാതർ കരിയോയിൽ ഒഴിച്ചതായി പരാതി ഉയർന്നത്. രഞ്ജിത്തും കുടുംബവും 2 ദിവസമായി ബംഗളൂരുവിലായിരുന്നു. രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് കിണറിൽ കരിയോയിൽ ഒഴിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളോളം വാടക വീടുകളിൽ താമസിച്ച ശേഷം സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സ്വന്തമായി വീട് നിർമ്മിച്ച് താമസം ആരംഭിച്ച കുടുംബത്തിനാണ് ഈ ദുരനുഭവം നേരിടേണ്ടി വന്നത്. കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണർ മലിനമായതോടെ കുടുംബം കടുത്ത പ്രതിസന്ധിയിലായി. രഞ്ജിത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൊക്ലി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ തൃപ്തി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും സ്ഥലത്തെത്തി. കിണറ്റിൽ കരിയോയിൽ ഒഴിച്ച സംഭവത്തിന് പിന്നിലെ ദുരൂഹത കണ്ടെത്താൻ ചൊക്ലി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാഹിയിലെ അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ സുരൻ മാസ്റ്ററുടെ 13ാമത് അനുസ്മരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പുത്തലം ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് മാഹി MLA അഡ്വക്കേറ്റ് അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. 11ാമത് സുരൻ മാസ്റ്റർ അനുസ്മരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മാഹി MLA അഡ്വക്കേറ്റ് അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരാളെ നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു വലിയ സാഹിത്യകാരനായിരുന്നു, അല്ലെ രാഷ്ട്രീയക്കാരനായിരുന്നു, അല്ലെ അതുപോലെ ഏതെങ്കിലും വിധത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ സുരൻ മാസ്റ്റർ നമ്മളെ കുറെ കൂടി അറിയുന്നത് അദ്ദേഹം ഒരു ക്വാളിഫൈഡ് BEdോ MLോ അങ്ങനെ TTC കഴിഞ്ഞൊരു മാഷായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അറിവുള്ള വിദ്യാഭ്യാസം എങ്ങനെ തന്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാമെന്ന് ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സ്വാഗത പ്രസംഗത്തിന്റെ ഇത്രയും വിവരങ്ങൾ എത്താൻ കഴിഞ്ഞതിന്റെ ബേസ് സുരമാഷൻ ഉണ്ടായിക്കൊടുത്തു. പഴയ സ്കൂളുകളിൽ MAയും ഡോക്ടറേറ്റും ഒക്കെ ഉള്ള കുട്ടികൾ പഠിപ്പിക്കാൻ പുത്തലം ബ്രദേഴ്സ് ചെയർമാൻ നിതിൻ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. സാനന്ദ് എസ് ബാനു അധ്യക്ഷനായി. വിനയൻ പുത്തലം, മനോജ് കുമാർ, വിജേഷ് പുത്തലം എന്നിവർ സംസാരിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്വിസ് മത്സരവും നടത്തി. വേൾഡ് കപ്പ് പ്രൊഡക്ഷൻ റാലിയുടെയും ക്വിസ് മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. MLA സമ്മാന വിതരണം നടത്തി. സുരൻ മാസ്റ്ററുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ ചടങ്ങിൽ പങ്കാളികളായി. ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ ക്ലബ് ടീമിന്റെ പേര് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ നവാസ് മേത്തറുടെ 2 ശ്രദ്ധേയ കൃതികൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഏറ്റുവാങ്ങി.
കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആ കാറും 7 മരണവും, കൈരളി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്നീ പുസ്തകങ്ങളാണ് മന്ത്രി സ്വീകരിച്ചത്. പൊട്ടൻ കണ്ടിയും കട്ടൻ ചായയും ഞങ്ങൾ ഒരു ദിവസം ഒരു 10-20 കട്ടൻ ചായ കുടിച്ചിട്ട് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഒരു വിഷയം തീരുന്നത് വരെ എന്നെയും ഇപ്പോഴത്തെ KPCC ട്രഷറർ VA നാരായണനെയും ഒരു ടേബിളിൽ ഇരുത്തി ഒരു കഥയെടുക്കുള്ള ഒരു പുസ്തകം. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ളയുടെ കടവത്തൂരിലെ വസതിയിൽ ചേർന്ന ചടങ്ങിലാണ് ഗ്രന്ഥകാരൻ നവാസ് മേത്തർ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീന് പുസ്തകങ്ങൾ സമ്മാനിച്ചത്. ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിലെ പൊട്ടങ്കണ്ടിയും കട്ടൻ ചായയും എന്ന അധ്യായത്തിൽ വ്യവസായ പ്രമുഖൻ പൊട്ടങ്കണ്ടി അബ്ദുള്ളയുടെ പ്രവാസ ജീവിതാനുഭവങ്ങളും ദുബായിലെ റോയൽ പാരിസ് സ്ഥാപനവും അൽമദീന ഗ്രൂപ്പിന്റെ ചെയർമാൻ ഫോയിൽ അബ്ദുള്ളയുമായുള്ള ബന്ധപ്പെട്ട സംഭവങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. തിരുവനന്തപുരം നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അന്നത്തെ സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീറാണ് പ്രകാശനം ചെയ്തത്. സംസ്ഥാന പോലീസ് മേധാവിയായ S. ശ്രീജിത്താണ് ആദ്യ പ്രതി സ്വീകരിച്ചത്. ആദ്യ പതിപ്പിന്റെ മുഴുവൻ കോപ്പികളും വിറ്റഴിഞ്ഞതോടെ രണ്ടാം പതിപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്ന് ഗ്രന്ഥകാരൻ നവാസ് മേത്തർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലവും നിരവധി പ്രമുഖ രാഷ്ട്രീയ ഭരണ സാമൂഹിക മാധ്യമ രംഗങ്ങളിലെ വ്യക്തികളുടെ അനുഭവങ്ങളും 2 പുസ്തകങ്ങളിലെയും പ്രധാന പ്രമേയങ്ങളാണ്. ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ 5ാം പതിപ്പാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ 3ാം പതിപ്പ് EP ജയരാജനാണ് പ്രകാശനം ചെയ്തിരുന്നത്. അൽമദീന ഗ്രൂപ്പ് ചെയർമാൻ ഫോയിൽ അബ്ദുള്ള അന്ന് പുസ്തകം ഏറ്റുവാങ്ങിയിരുന്നു. സമകാലിക കേരള രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക ചരിത്രത്തിന്റെയും വിവിധ അധ്യായങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഈ 2 പുസ്തകങ്ങളും ഇതിനകം തന്നെ ശ്രദ്ധേയമായ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ 46ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തലശ്ശേരി മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അനുസ്മരണവും എക്കോസ് ഓഫ് നൊസ്റ്റാൾജിയ സീസൺ 4 സംഗീത സായാഹ്നവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയാണ് പരിപാടി നടക്കുക. അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ 46ാം ചരമദിനത്തോടനുബന്ധിച്ച് എക്കോസ് ഓഫ് നൊസ്റ്റാൾജിയ സീസൺ 4 എന്ന പേരിൽ ഒരു അനുസ്മരണ സമ്മേളനം, അതോടൊപ്പം പ്രശസ്ത ഗായകരുടെ ഒരു സംഗീത സന്ധ്യയും ഈ വരുന്ന ജൂലൈ 31 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ആബിദ് അൻവർ, പ്രകാശ് ബാബു, ഗോപിക, ഫാറൂഖ് തലശ്ശേരി തുടങ്ങിയ ഗായകർ ഗാനങ്ങൾ ആലപിക്കും. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾക്കൊപ്പം കിഷോർ കുമാർ, മുകേഷ്, ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ എന്നിവരുടെ ഹിറ്റ് ഗാനങ്ങളും അവതരിപ്പിക്കും. സംഗീത സംവിധായകൻ KP സുശാന്ത് കോഴിക്കോടാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. പരിപാടിയിലേക്ക് പ്രവേശനം പാസ് മുഖേന ക്രമീകരിച്ചിട്ടുണ്ട്. ജൂലൈ 31 ഫ്രൈഡേ ഈവനിങ് 6 മണി മുതൽ 10 മണി വരെയാണ് നമ്മൾ ആ സംഗീത വിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. പഴയ കാലത്തെ അതിഗംഭീരമായിട്ടുള്ള പഴയ ഗതകാല സ്മരണകൾ ഉണർത്തുന്ന അനേകം ഗാനങ്ങൾ പ്രശസ്തരായ സിംഗേഴ്സ്, അതായത് നമ്മൾ റാഫി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ വെറും റാഫി സോങ്സ് മാത്രമല്ല, കിഷോർ, മുകേഷ്, ലതാജി, ആശാ ഭോസ്ലേജി, അങ്ങനെയുള്ള കുറെ പഴയകാല പ്രമുഖ പാട്ടുകാരുടെ എല്ലാ പാട്ടുകളും കോർത്തൊരുക്കിക്കൊണ്ട് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു സംഗീത ശില്പം, ഏകദേശം ഒരു 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഗീത ശില്പമാണ് നമ്മുടെ തലശ്ശേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഭാരവാഹികളായ AK സക്കരിയ, NP അനീഷ്, മഹബൂബ് പാച്ചൻ, അഫ്സൽ ബാബു, ആദിരാജ, അസ്ലം ആര്യ, നിയാസ് ആബൂട്ടി, സാക്കിർ കാത്താണ്ടി, VP ഫിറോസ്, നജീബ് വേലിക്കോത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു.
വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോത്ത് സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിലുള്ള തലശ്ശേരി തലായ് മത്സ്യബന്ധന തുറമുഖത്തിൻ്റെയും ഗോപാലപേട്ട ഫിംഗർ ജെട്ടിയുടെയും ഭാവി വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തലശ്ശേരി MLA കാരായി രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 1994 കമ്മീഷൻ ചെയ്ത ഗോപാലപേട്ട ഫിംഗർ ജെട്ടിക്ക് ഇതുവരെ 1,31,27,798 രൂപ ചിലവഴിച്ചു. നിലവിൽ 4,01,16,364 രൂപയുടെ വികസന പ്രവൃത്തികൾ നടന്നുവരികയാണ്. 2018 കമ്മീഷൻ ചെയ്ത തലായ് ഹാർബറിൽ ഇതുവരെ 34,46,83,851 രൂപ ചിലവഴിച്ചു. നിലവിൽ 3,57,95,005 രൂപയുടെ വികസന പ്രവൃത്തികൾ നടന്നുവരികയാണ്.
യോഗത്തിൽ ക്രിയാത്മകമായ നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. മികച്ച മത്സ്യവിപണനത്തിന് തലായ് ഹാർബറിലെ ഡ്രഡ്ജിംഗ് സംവിധാനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നിർദ്ദേശമുണ്ടായി. ഡീസൽ പമ്പിംഗ്, ഐസ് പ്ലാന്റ് എന്നിവ PPI മാതൃകയിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സാധ്യത വിശദമായി പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. കോസ്റ്റൽ പോലീസിന്റെ ഇടപെടൽ ശക്തമാക്കാനും ആവശ്യമായ സ്ഥലങ്ങളിൽ CCTV സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ടായി. തണൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ അബുദാബി മാഹി വെൽഫെയർ അസോസിയേഷന്റെ സഹകരണത്തോടെ വിവിധ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ 12 വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. ന്യൂമാഹി മലയാള കലാഗ്രാമത്തിലാണ് ചടങ്ങ് നടന്നത്. ന്യൂമാഹി മലയാള കലാഗ്രാമത്തിൽ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അങ്കിത് കുമാർ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. Having such kind of skills and such kind of job-oriented aspects, job-oriented skills, it will be very helpful for the students in their future, in their lives, and it not only creates a good opportunity for the student, it creates a good message for the society also that students who are differently able, they are not different, they are as capable as common people of the society. So this message is also goes outward, and it will create a confidence among these students to live their life with dignity in the society. And I also congratulate the parents of the students who have supported their kids so much and who believe in their kids and supported them in all manner. Then I also this എഞ്ചിനീയർ അബ്ദുറഹ്മാൻ വീരോളി അധ്യക്ഷത വഹിച്ചു. വളരെയധികം ആവശ്യത്തിന് എപ്പോഴും പറയാനുള്ള ഓരോ പഞ്ചായത്തിലും 1-2 കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്റേഴ്സ് ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്, ഹോസ്പിറ്റൽ സഹായമില്ലാതെ വെച്ച് കൊടുക്കുന്ന യൂണിറ്റുകളാണത്. കിഡ്നി ഡാമേജ് വന്നു കഴിഞ്ഞാൽ, റീനൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നറിയില്ല, അതിന് ചികിത്സയില്ല. അത് ഈ ഡയാലിസിസ് കൊണ്ട് മാത്രം ജീവിതം തള്ളി നീക്കാനുള്ളത്. ചികിത്സ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഇസ് നോട്ട് ദെയർ, നത്തിങ്. അപ്പോൾ ഡയാലിസിസ് കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അത് ചെയ്യുന്നത് എല്ലാവർക്കും കഴിയണമെന്നില്ല. അത് റിലേറ്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിജയിക്കും. അപ്പോൾ ആ ഒരു ഉദ്യമം ഞങ്ങൾ മാഹി ചെയ്തതാണ്. അതിൻ്റെ കീഴിലാണ്. അതോടുകൂടി തണൽ എന്ന് പറയുന്ന സംഘടന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തണലും കൂടി ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ട്രെയിനിങ്, സ്കിൽ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നത് തണലിൻ്റെ ആഭിമുഖ്യത്തിലാണ് ചെയ്യുന്നത്. സ്പേസ് കൊടുക്കുന്നത്. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് VP അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി. ന്യൂമാഹി KESSC പ്രിൻസിപ്പൽ L ശശികല, തണൽ മാഹി സെക്രട്ടറി KV സാലിൻ, V നിസാർ, SP അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. TK നൌഫൽ സ്വാഗതവും വൈഷ്ണവ് നന്ദിയും പറഞ്ഞു. 18 മുതൽ 35 വയസ്സ് വരെയുള്ള ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് നൽകി വന്ന ദ്വിവത്സര തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ഓഫീസ് ഫീൽഡ് ജീവനക്കാരുടെ തൊഴിൽ നൈപുണ്യവും ബിസിനസ് വളർച്ചാ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനായി നെക്സ്റ്റ് ജെൻ DG-LLP സംഘടിപ്പിച്ച ഓഫീസ് ഫീൽഡ് സ്റ്റാഫ് സംഗമവും ബിസിനസ് മോട്ടിവേഷൻ ക്ലാസും തലശ്ശേരിയിൽ നടന്നു. തലശ്ശേരി ഹോട്ടൽ പാരീസിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. COAക്ക് കീഴിലെ സ്ഥാപനങ്ങളിലെ ഓഫീസ് ഫീൽഡ് സ്റ്റാഫിനെ പങ്കെടുപ്പിച്ചാണ് സംഗമവും ബിസിനസ് മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചത്. COA പാനൂർ മേഖലാ സെക്രട്ടറി മനോഹരൻ പാറായി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ബിസിനസ് രംഗത്ത് പ്രൊഫഷണലിസം ഇനിയും ഒട്ടേറെ വരാനുണ്ട് എന്ന ആശയം മുൻനിർത്തിയാണ് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏതാണ്ട് 5-8 വർഷം മുന്നേ തന്നെ സംഘടന ക്ലസ്റ്റർ എന്ന ആശയത്തിന് രൂപം കൊടുത്തത്. COA പാനൂർ മേഖല നേരത്തെ തന്നെ മേഖലയുടെ കീഴിൽ 4 ക്ലസ്റ്ററുകൾ വിഭാവനം ചെയ്തതാണ്. അതിൽ നേരത്തെ തന്നെ തലശ്ശേരി ഇടം പിടിച്ച ഒരു സ്ഥലമാണ്. അവിടെയാണ് നെക്സ്റ്റ് ജെൻ DG-LLP എന്ന പേരിൽ ഒരു ക്ലസ്റ്റർ രൂപീകൃതമാകുന്നതും ഇന്നിവിടെ അതിൻ്റെ പ്രഥമമായിട്ടൊരു മീറ്റിംഗ് ചേർന്നു. എന്തായാലും ഇന്നത്തെ ഈ പരിപാടി നല്ല വൻ വിജയമായി നമുക്ക് മാറ്റണം. നിങ്ങളതിന് ഓരോരുത്തരും തയ്യാറാവണം. കേരള വിഷനെ ഇനിയും ഒട്ടേറെ ഉയരങ്ങളിൽ എത്തിക്കണം. അതിനൊക്കെ നമ്മൾ സജ്ജരാകണം. അതിനൊക്കെ കാരണം നമ്മൾ ഇനിയും ഈ രംഗത്തുണ്ടായാൽ മാത്രമേ നമ്മുടെ കേരള വിഷൻ ഉന്നതങ്ങളിലേക്ക് എത്തൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് C. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജ്യോതിപ്രകാശ് സ്വാഗതം പറഞ്ഞു. നെക്സ്റ്റ് ജെൻ DG-LLP പാർട്ട്ണർമാരായ ഷജിത് കുമാർ, തിലകരാജ്, K. സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ബിസിനസ് വളർച്ച, ഉപഭോക്തൃ സേവനം, ടീം വർക്ക്, വ്യക്തിത്വ വികസനം, തൊഴിൽ മികവ് തുടങ്ങിയ വിഷയങ്ങളിൽ കേരള വിഷൻ കസ്റ്റമർ കെയർ ആൻഡ് റീടെൻഷൻ അസിസ്റ്റന്റ് മാനേജർ ഡാനിയൽ ക്ലാസ് എടുത്തു. സൊല്യൂഷൻ കൊടുക്കുന്നു. സൊല്യൂഷനാണ് പലപ്പോഴും ഇല്ലാത്തത്. സൊല്യൂഷൻ കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു? അയാൾ പറഞ്ഞ കേസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യുന്നു? അതിൽ ഫോളോ അപ്പ് നടക്കുന്നു. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്കൊരു ലോയൽ കസ്റ്റമർ കിട്ടും. ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾ മിസ്സിംഗ് ആയെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിംഗ് അയാൾ മനസ്സിലാക്കുന്നത് അതില്ലെങ്കിൽ, അല്ലെങ്കിൽ നോക്കിയേ അയാൾ വരെ കേട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടാവില്ല. മനസ്സിലായോ? സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി കസ്റ്റമറെ പ്രോപ്പറായിട്ട് അയാളുടെ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഡിഫിക്കൽട്ട് കസ്റ്റമർ ഇതൊക്കെ ഇതാണ് ഒരു ടീം വർക്ക്. ജീവനക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മികച്ച ടീം പ്രവർത്തനത്തിലൂടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകാനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഠന ജീവിതത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ബിരുദദാന ചടങ്ങ് ആഘോഷമാക്കി കല്ലിക്കണ്ടി NIM കോളേജ്. ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കായുള്ള ബിരുദദാന ചടങ്ങ് 2026 വിപുലമായ പരിപാടികളോടെയും അക്കാദമിക പ്രൗഢിയോടെയും നടന്നു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, വിശിഷ്ടാതിഥികൾ എന്നിവർ പങ്കെടുത്ത ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി. കൂത്തുപറമ്പ് MLA PK പ്രവീൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം സമൂഹ നിർമ്മാണത്തിൽ വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ അറിവിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും PK പ്രവീൺ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് രക്ഷിതാക്കൾ. ഇനി അങ്ങോട്ട് രക്ഷിതാക്കളുടെ ഒരു ആദിയുണ്ടാവും. ഇനി എൻ്റെ മക്കൾ ഏത് നിലയിലേക്ക്, ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് എന്ന്. രക്ഷിതാക്കളുടെ അഭ്യർത്ഥന, മക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് സ്വതന്ത്രമായി അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് മുകളിലോട്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിലെത്തിക്കാൻ അവർ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഉയർന്ന വിദ്യാഭ്യാസത്തിന്റെ പാത നിങ്ങൾക്ക് നേടിത്തന്നത് NIM കോളേജ് കയ്യിലാണ്. ആ കോളേജ് നിങ്ങൾക്ക് നൽകിയ അറിവിന്റെ അടിത്തറ നിങ്ങൾക്ക് നൽകിയപ്പോൾ അത് ഇനിയും ഉന്നതിയിലേക്ക് പോകാനുള്ള അറിവാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നാടിന്റെ, സംസ്ഥാനത്തിന്റെ, ചിലപ്പോൾ രാജ്യത്തിന്റെ തന്നെ അറിവിന്റെ മാറ്റത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. 90ഓളം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ പരാജയം ഒരിക്കലും വിജയത്തിൽ നിന്ന് പിന്നോട്ടടിക്കരുത്. കാരണം പരാജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല ഉന്നതരായ
ഈ രാജ്യത്തിന്റെ വക്താക്കളും വിജയത്തിലേക്ക് കുതിച്ചത്. നാദാപുരം MLA KM അഭിജിത്ത് മുഖ്യ അതിഥിയായി. സഹോദരങ്ങൾ പറഞ്ഞു, ജീവിതത്തിലും ഏറ്റവും മികച്ച വിജയം നേടാൻ നിങ്ങൾ തയ്യാറാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് നിങ്ങളുടെ മുൻപാകെ വെക്കാനുള്ളത്. കാരണം നിങ്ങൾ മത്സര പരീക്ഷകൾ ഏറ്റവും നല്ല റാങ്ക് വാങ്ങി നിങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ ജീവിതത്തിലും ആ ഒരു ആദരം നിങ്ങൾക്ക് നേടാൻ, ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ വിജയം സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ള ആശംസകൾ പങ്കുവെക്കുന്നു. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ, ആ ചുവരെഴുത്തിനോട് താതാത്മ്യപ്പെടുമ്പോൾ തന്നെ തങ്ങൾക്ക് പിന്നിൽ വരുന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയെ കൂടി അത്തരം വഴികളിലേക്ക് നയിക്കാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പലപ്പോഴും പറയാറുണ്ട്, ഈ കുട്ടികൾ ഒരുപക്ഷെ നിങ്ങളുടെ മൂത്ത മക്കളായിരിക്കാം. കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ KK രാജ്കുമാർ വിശിഷ്ടാതിഥിയായി. കോളേജ് ജനറൽ സെക്രട്ടറി PPA ഹമീദ് അധ്യക്ഷത വഹിച്ചു. ബിരുദദാന പ്രഭാഷണം കോളേജ് മാനേജർ R അബ്ദുള്ള മാസ്റ്റർ നിർവഹിച്ചു. മുഖ്യാതിഥികളെയും വിശിഷ്ടാതിഥികളെയും കോളേജ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ആദരിക്കുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ചടങ്ങിൽ വിവിധ വിഭാഗം മേധാവികളായ KS മുസ്തഫ, ഡോക്ടർ VK മിനിമോൾ, ഡോക്ടർ KM മുഹമ്മദ് ഇസ്മായിൽ, K ഷാജു, നസ്റുള്ള മാംബ്രോൾ, ഡോക്ടർ E അനസ്, KK മുഹമ്മദ് അൻസീർ എന്നിവർ പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ AP ഷമീർ ബിരുദധാരികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുഖ്യാതിഥികൾ, മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ അഭിമാന നിമിഷങ്ങൾക്ക് സാക്ഷിയായ ചടങ്ങ് അക്കാദമിക മികവിനും വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾക്കും അംഗീകാരം നൽകുന്ന വേദിയായി മാറി. പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ ഡോക്ടർ AP ഷമീർ സ്വാഗതവും കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ KP നംഷാദ് നന്ദിയും പറഞ്ഞു. തലശ്ശേരി നെട്ടൂർ കുന്നോത്തിൽ ഗുരുതര കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ നാട്ടുകാർ കൈകോർക്കുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയക്കായി വൻ തുക കണ്ടെത്താൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചു. കരൾ രോഗം അതീവ ഗുരുതര നിലയായതോടെ കരിപ്പാൻകണ്ടിയിൽ അവിനാഷ് ചന്ദ്രന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ കൈകോർക്കുകയാണ്. ഇതിനായുള്ള ധനസമാഹരണവും ആരംഭിച്ചതായി ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ തലശ്ശേരി നഗരസഭക്കകത്ത് കുന്നോത്ത് 5-ാം വാർഡിൽ നെട്ടൂർ തെരു ഗണപതി ക്ഷേത്രത്തിനടുത്തുള്ള കരിപ്പാൻകണ്ടി ഭവനത്തിലെ ശ്രീ അവിനാഷ് ചന്ദ്രൻ എന്ന 36 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കരൾ രോഗബാധിതനായി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ശ്രീ അവിനാഷ് ചന്ദ്രന്റെ ചികിത്സ ആദ്യം തന്നെ തുടങ്ങുന്നത് 2025 സെപ്റ്റംബർ മാസമാണ്. അപ്പൊ സെപ്റ്റംബർ മാസം അവിനാഷിന്റെ കരൾ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബം കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് അതിന്റെ ചികിത്സ ആരംഭിക്കുകയും അവിടെ വെച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവിനാഷിന്റെ കരളിന്റെ പ്രവർത്തനം 80% നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് 2026 ഏപ്രിൽ മാസം CT സ്കാനിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരളിന്റെ പ്രവർത്തനം ഗുരുതരമായി കുറഞ്ഞതായി കണ്ടെത്തുകയും വാർഡ് കൗൺസിലർ P റിനിഷ ചെയർപേഴ്സണായും പൊതുപ്രവർത്തകരായ ജജീന്ദ്രൻ കുന്നോത്ത് കൺവീനറും ഉച്ചുമൻ ശശി ട്രഷററും C റിനിൽ എക്സിക്യൂട്ടീവ് അംഗമായുള്ള കമ്മിറ്റിയാണ് ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ വിവിധ ഘട്ടങ്ങളിലായി ചികിത്സ നടത്തി വരികയാണ് അവിനാഷ് ചന്ദ്രൻ. 50 ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവും തുടർ ചികിത്സയുമായി പ്രതീക്ഷിക്കുന്നത്. ഉദാരമതികളുടെ അകമഴിഞ്ഞ സഹായമാണ് ചികിത്സാ സഹായ കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നത്. കേരള ഗ്രാമീൺ ബാങ്ക് കൊളശ്ശേരി ശാഖയിൽ അവിനാഷ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഉദാരമതികൾ സഹായമെത്തിക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജജീന്ദ്രൻ കുന്നോത്ത്, P റിനിഷ, ഉച്ചുമൻ ശശി, C റിനിൽ എന്നിവർ പങ്കെടുത്തു. 13 വർഷം ഒളവിലം SUM സ്കൂളിൽ PTA പ്രസിഡന്റായ K കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർക്ക് ആദരവും യാത്രയയപ്പും നൽകി. സ്കൂൾ മാനേജ്മെന്റിന്റെയും സ്റ്റാഫിന്റെയും PTA നേതൃത്വത്തിലാണ് ആദരവും യാത്രയയപ്പും നൽകിയത്. സ്കൂൾ ചെയർമാൻ ഷറഫുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ N ഹരിദാസ് മാസ്റ്റർ ഷാൾ അണിയിച്ചു. മൊയ്തു ഹാജി, സുലൈമാൻ മാസ്റ്റർ, ഹാറൂൺ,
അബ്ദുൽ നസീർ, നാസർ ഫൈസി, ഹസീബ, മുബീന, രസ്ന, വിഭിന എന്നിവർ സംസാരിച്ചു. സ്കൂൾ കൺവീനർ വി കെ ഖാലിദ് സ്വാഗതവും അധ്യാപിക വീണ നന്ദിയും പറഞ്ഞു. ആവശ്യമായ സമയത്ത് നിർദ്ദേശങ്ങളും അതുപോലെ ഉപദേശങ്ങളും നമ്മുടെ സ്കൂളിലെ ചില സന്ദർഭങ്ങളിലുണ്ടായ ചില നിർണായകമായ അവസരങ്ങളിൽ വളരെ സമയത്തോടുകൂടി നമ്മളെ കൈ തന്ന് സഹായിച്ച എല്ലാ അഭ്യുദയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. കാരണം മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ പ്രശസ്ത ഗായിക S ജാനകിയുടെ അനുസ്മരണവും പ്രതിമാസ സംഗീത വിരുന്ന് പാട്ടിൻ്റെ പാലാഴിയുടെ ഉദ്ഘാടനവും നടന്നു. ഗായകൻ CP പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗായകൻ CP പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ നിന്നാൽ ഞാൻ നിറവേറ്റും ദേവാ ദേവാ സന്ധ്യേ കണ്ണീരിരന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും.
KP രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, KK സനൽകുമാർ എന്നിവർ സംസാരിച്ചു. നൌഷാദ് കതിരൂർ, MP ഷിജിത്ത്, MP ഷാജി, സരിത രാജേഷ് തുടങ്ങി നിരവധി ആളുകൾ S ജാനകിയുടെ ഗാനങ്ങൾ ആലപിച്ചു. ചടങ്ങിൽ വെച്ച് നൈനികയുടെ 10ാം പിറന്നാൾ ദിനത്തിൽ വായനശാലയ്ക്കുള്ള പുസ്തക സമ്മാനം ലൈബ്രറിയൻ K വിമല ഏറ്റുവാങ്ങി. കണ്ണും കവിളും നനയാനില്ലേ അമ്മയും ദൂരെ പോയോ പോരെ. കെട്ടിടങ്ങളുടെയും വീടുകളുടെയും എക്സ്റ്റീരിയർ ഡിസൈൻ വർക്കുകൾ ACP ഷീറ്റുകൾ ഉപയോഗിച്ച് ഗുണമേന്മയോടെ ചെയ്തു കൊടുക്കുന്ന എക്സ്റ്റീരിയർ ബിൽഡിന്റെ ഓഫീസ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. തലശ്ശേരി AVK നായർ റോഡിലെ പിലാക്കണ്ടി പ്ലാസയിൽ ലുലു ഗോൾഡിന് പിറകുവശത്ത് പ്രവർത്തിക്കുന്ന ഗ്രേപ്പ് ടവറിലാണ് എക്സ്റ്റീരിയർ ബിൽഡിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. അഹ്യാനും അമ്രീനും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വീടുകളുടെയും വാണിജ്യ കെട്ടിടങ്ങളുടെയും ബാഹ്യഭാഗം ആധുനിക രീതിയിൽ മനോഹരമാക്കുന്നതിനുള്ള ACP ഷീറ്റുകളും അനുബന്ധ എക്സ്റ്റീരിയർ സൊല്യൂഷനുകളും സ്ഥാപനത്തിൽ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. റൂഫ് വർക്കുകളും ഗ്ലാസ് വർക്കുകളും സ്ഥാപനം ഏറ്റെടുത്ത് നടത്തും. തലശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് മികച്ച നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളും പ്രൊഫഷണൽ സേവനവും ലഭ്യമാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. സമൂഹത്തിന് സേവനം ചെയ്യുന്ന രൂപത്തിൽ നല്ല നിലയിൽ ആത്മാർത്ഥമായി ബിസിനസ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭത്തിനും അള്ളാഹു തആല സർവ്വവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മൊകേരി മാക്കൂൽ പീടികയിൽ SRN ബ്യൂട്ടി പാർലർ ആൻഡ് ബോട്ടിക് ടൈലറിംഗ് പ്രവർത്തനം തുടങ്ങി. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മൊകേരി മാക്കൂൽ പീടിക ജംഗ്ഷനിലാണ് SRN ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിച്ചത്. PK പ്രവീൺ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സൗന്ദര്യ പരിചരണവും ഫാഷൻ സേവനങ്ങളും ഒരുമിച്ച് ലഭ്യമാക്കുന്ന SRN ബ്യൂട്ടി പാർലർ ആൻഡ് ബോട്ടിക്കാണ് പ്രവർത്തനം ആരംഭിച്ചത്. ടൈലറിംഗ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ ചടങ്ങിൽ അധ്യക്ഷയായി. ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ കെയർ, സ്കിൻ കെയർ, ഫേഷ്യൽ, നെയിൽ ആർട്ട്, വാക്സിംഗ്, മെനിക്യൂർ, പെഡിക്യൂർ, ഹെയർ സ്പാ, ഹെയർ എക്സ്റ്റൻഷൻ, ഹെയർ സ്ട്രെയിറ്റനിങ് തുടങ്ങി വിവിധ സൗന്ദര്യ പരിചരണ സേവനങ്ങൾക്കൊപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ബോട്ടിക് സേവനങ്ങളും ഇവിടെ ലഭ്യമാകും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബ്രൈഡൽ മേക്കപ്പിനായി 25% ഓഫറും മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിലെ കള റോഡിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് മാങ്ങാട്ടിടം ശങ്കരനെല്ലൂർ കാടാങ്കോട് ഹൗസിൽ C. സായന്ത്. ധർമ്മടത്ത് വയോധികയുടെ 3 പവൻ മാല പൊട്ടിച്ച കേസിൽ പ്രതികൾ 24 മണിക്കൂറിനുള്ളിൽ പിടിയിൽ. അറസ്റ്റിലായത് ധർമ്മടം തലശ്ശേരി സ്വദേശി. വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊലക്കേസ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. അറസ്റ്റിലായത് 2001 നടന്ന വേറ്റുമ്മൽ രതീഷ് വധക്കേസിലെ പ്രതി. പാനൂരിനടുത്ത് മൊകേരി തങ്ങൾ പീടികയിൽ വാഹനങ്ങൾക്ക് നേരെ അക്രമം തുടർക്കഥ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട SDPI പ്രവർത്തകന്റെ കാർ തകർത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.